ഹലോ, നജുവാസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ തുണികളൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു അടിപൊളി ഡോർമാറ്റ് ഉണ്ടാക്കുന്നതാണ്. ഇതിന് മുമ്പ് ഞാൻ കുറേ ഡോർമാറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് വേറൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യണേ സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ കാണിക്കാം. ഒരുപാട് നീട്ടി വലിച്ച് കാണിക്കുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഐഡിയ മാത്രമാണ് ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ കട്ട് പീസുകളൊക്കെ ചതുരത്തിന് നല്ല സമചതുരമായിട്ടാണ് ഞാനിതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ പല നിറത്തിലുള്ള തുണികളാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരേ കളേഴ്സായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ലെയർ ഓരോ കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു മോഡലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഓവൽ ഷേപ്പിലാണ് ഇന്നത്തെ ഒരു ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓവൽ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പഴയ മാക്സിയുടെ ഒരു കട്ട് പീസാണിത്. അപ്പോൾ ഇതിലാണ് ഞാൻ ഓവൽ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെയർ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പെറ്റൽസ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യണതെന്നാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ ഒരു സമചതുര പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ കോണോട് കോണ് ക്രോസിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. വീണ്ടും ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു പെറ്റൽസ് ഉണ്ടാക്കുന്നത്. ഇനി അടിഭാഗം നമുക്ക് ലെവൽ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യമേ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാതെ ഒന്ന് സൈഡിലൂടെ പതിച്ച് തയ്ച്ചു കൊടുക്കാം. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടത്. ഇത് വല്ലാണ്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കരുത്. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ലെയർ ഉണ്ടല്ലോ, അതിന് തൊട്ട് താഴെയായിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ കുറേ പെറ്റൽസ്, മാക്സിമം പെറ്റൽസ് നമ്മൾ ഉണ്ടാക്കുക. ഇതുപോലെ റൗണ്ടിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരെണ്ണം കൂടി വീണ്ടും ചെയ്ത് നോക്കാം. സെൻറ്റർ ഇതുപോലെ ക്രോസിന് ഫോൾഡ് ചെയ്യുക. വീണ്ടും സെൻറ്ററിൽ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും സെൻറ്ററിൽ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. ശേഷം അടിഭാഗം കറക്റ്റ് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ലെയറാണ് കേട്ടോ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ലെയറും നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുക. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഭംഗി കിട്ടുക. അകത്തി ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. നമുക്കിതൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാനും പറ്റും. നമ്മളുടെ പഴയ ഡ്രസ്സുകളോ അല്ലെങ്കിൽ പഴയ കട്ട് പീസുകളൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയണ്ട. ഇനി ഒന്നിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിനാണെങ്കിലും നമുക്കിത് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലെയർ ചെയ്യുമ്പോഴും നമ്മൾ 2 സ്റ്റിച്ച് വെച്ച് ഒരെണ്ണത്തിന് കൊടുക്കണം കേട്ടോ. ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുത്തോളൂ. അപ്പോഴാണ് ഇത് കുറച്ചുകൂടെ നല്ല ഉറപ്പിൽ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അലക്കി കഴിയുമ്പോഴൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത് എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ഓരോ ലെയറും 2 സ്റ്റിച്ച് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ.
ഇപ്പോൾ ഇത്രയും ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരേ ഇരിപ്പിൽ തന്നെ ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര മടുപ്പായി തോന്നും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസം 1-2 ലെയർ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ബാക്കി വർക്കൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ 1-2 ലെയർ മാത്രം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഒരു ഡോർമാറ്റ് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഡോർമാറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ നീളത്തിനാണ് ഗ്യാപ്പ് വരിക. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രില്ല് കൊടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. സെൻറ്ററിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കില്ല, അതുപോലെ ഇങ്ങനെ ഫ്രില്ല് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പീസ് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ പീസ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറകുവശത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഷേപ്പിൽ വേറൊരു പീസ് ഇതിനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈഫ് ഇതിന് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലക്കണ സമയത്ത് ഈ സ്റ്റിച്ചൊക്കെ പൊട്ടി പോവാതിരിക്കാൻ ആ ഒരു കവറിങ് നല്ലതാണ്. വേറെ ഒരു കോട്ടൺ പീസ് എടുത്തിട്ട് നമുക്ക് അടിയിൽ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനങ്ങനെ ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചെയ്യാറുമില്ല, മിക്കതും ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചധികം നാളിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.